നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോളജി ദേവി കൃഷ്ണയിലേക്ക് സ്വാഗതം. ആദിപരാശക്തിയുടെ പല ഭാവങ്ങളാണ് നാം നവരാത്രി ദിനങ്ങളിൽ ആചരിക്കുന്നത്. നവരാത്രിയുടെ 1-ാം ദിവസം ദേവിയെ ശൈലപുത്രി രൂപത്തിലും, 2-ാം ദിവസം ബ്രഹ്മചാരിണി രൂപത്തിലും, 3-ാം ദിവസം ചന്ദ്രകണ്ഠ ദേവി രൂപത്തിലും, 4-ാം ദിവസം കുഷ്മാണ്ഡ രൂപത്തിലും, 5-ാം ദിവസം സ്കന്ദമാതാ രൂപത്തിലും, 6-ാം ദിവസം ദേവി കാർത്യായനിയായും, 7-ാം ദിവസം കാളി രൂപത്തിലും, 8-ാം ദിവസം മഹാഗൗരിയായും, 9-ാം ദിവസം സിദ്ധിദാത്രി ദേവിയായും, 10-ാം ദിവസം സരസ്വതി ദേവിയായും നാം പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നാം പുസ്തകങ്ങൾ പൂജ വയ്ക്കാറുണ്ട്. ഇവിടെ നാം ദുഷിച്ച കാര്യങ്ങളൊന്നും തന്നെ പറയാൻ പാടുള്ളതല്ല. ചീത്ത വാക്കുകളും ആരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ വ്യക്തിശുചിത്വങ്ങൾ പാലിക്കണം. സരസ്വതി ദേവി വിദ്യയുടെ ദേവിയാണ്. പൂജ വയ്ക്കാനായി വീട്ടിലെ പൂജാമുറിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പരിസരം വൃത്തിയാക്കി പൂജാമുറി ശുദ്ധമാക്കുകയും ചെയ്ത് അവിടെ പീഠത്തിൽ പട്ട് വിരിച്ച് സരസ്വതി ദേവിയുടെ ചിത്രം വയ്ക്കുക. അതിനു മുന്നിലായി പുസ്തകങ്ങൾ വെക്കേണ്ടതാണ്. അവസാനം പുസ്തകങ്ങളെല്ലാം വെള്ളത്തുണികൾ കൊണ്ട് മൂടി ദീപങ്ങൾ കത്തിച്ചു വയ്ക്കുക. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ്. 3 വിളക്കുകളിൽ ഏറ്റവും ഇടത്തേ ഭാഗത്തെ വിളക്കിൽ ഗുരുവിനെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഏറ്റവും വലത്തേ ഭാഗത്തെ വിളക്കിൽ സാക്ഷാൽ ഗണപതി ഭഗവാനെയും, മധ്യഭാഗത്തെ വിളക്കിൽ ദേവി അല്ലെങ്കിൽ സരസ്വതി ദേവിയെ തന്നെ കണ്ട് പ്രാർത്ഥിക്കുക. ഇനി നവരാത്രിയുടെ 7-ാം ദിവസത്തിലെ കാളിരാത്രി ഭഗവതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദേവി ഭക്തവത്സലയാണ്, നമ്മുടെയെല്ലാം അമ്മയാണ്, വരദാനപ്രദായിനിയാണ്. തലയോട്ടിയാൽ അലങ്കരിച്ച മാല ധരിച്ച അമ്മയാണ് നമ്മുടെ കാളിരാത്രി ഭഗവതി. നമുക്കെല്ലാവർക്കും അറിയാം, രൗദ്രവും ബീഭത്സവുമാണ് അമ്മയുടെ രൂപം. നമുക്ക് അന്ധകാരം മാറ്റി ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ദേവിയാണ് കാളരാത്രി ഭഗവതി. നാം മനസ്സ് ശുദ്ധീകരിച്ച് മറ്റുള്ളവരോടുള്ള ശത്രുത കളഞ്ഞ് മനസ്സിന് ശാന്തത നൽകാനായി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ സമയത്ത് നമുക്ക് വിളക്കിൽ തെച്ചിപ്പൂവ് അല്ലെങ്കിൽ ശംഖുപുഷ്പം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഐശ്വര്യമാണ് ഫലം. നവഗ്രഹങ്ങളിലെ ശനിഗ്രഹത്തെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ഭഗവതിയാണ്. ആയതിനാൽ ശനിദോഷങ്ങൾ, കണ്ടകശനി എന്നിവയൊക്കെ മാറിപ്പോവാനായി ദേവി വളരെയധികം അനുഗ്രഹിക്കുന്നു. കാളരാത്രി ഭഗവതി സാക്ഷാൽ ശിവന്റെ ശക്തി തന്നെയാണ്. കറുത്ത നിറത്തിലുള്ള ശരീരവും പാറിപ്പറന്ന മുടിയും രൗദ്രരൂപവും തലയോട്ടികളാൽ ധരിച്ച മാലയുമാണ് ദേവിയുടെ രൂപം. 4 കരങ്ങൾ ഉണ്ടായിരിക്കും. കയ്യിൽ ഉടവാളും കാണാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും വാത്സല്യമുള്ള മാതൃസ്വരൂപം തന്നെയാണ് കാളരാത്രി അമ്മ. എല്ലാ ശത്രുദോഷങ്ങളും മാറ്റി മനസ്സ് ശുദ്ധമാകുവാനും ശാന്തമാകുവാനും സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുവാനും ദേവി അമ്മ നമുക്കൊപ്പം തന്നെ നിലകൊള്ളുന്നു. നമ്മുടെ സ്വന്തം അമ്മ തന്നെയാണ് കാളരാത്രി ഭഗവതി. ഒരമ്മ സ്വന്തം കുഞ്ഞിന് സംരക്ഷണം നൽകുന്നത് പോലെ തന്നെ ദേവി നമുക്കും സംരക്ഷണം നൽകുന്നു. ആയതിനാൽ നമുക്ക് സർവ്വദുഃഖങ്ങളും ദുരിതങ്ങളും മാറുവാനായി സാക്ഷാൽ കാളരാത്രി ഭഗവതിയെ തന്നെ പ്രാർത്ഥിക്കാം. ഓം ദേവി കാളരാത്രിയെ നമഃ എന്ന മന്ത്രം ഉരുവിടാവുന്നതാണ്.